Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்ட்ல டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றேன், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். കൊണ്ടുപോകാമെന്നതാണ് ഞാൻ. നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഈ ഏട്ടൻ നിന്നെ കൊണ്ടുപോവാ. മാറഞ്ചേരിക്ക് നമ്മൾ പോണില്ല. ഞാനും അവിടെ നിന്നിറങ്ങി. 6 വർഷം ജയിലിൽ കിടന്നപ്പോഴും ഇല്ലാതിരുന്ന ടെൻഷനാ നമ്മുടെ അച്ഛൻ്റെ കൂടെ ഒരു വീട്ടിൽ കഴിയാന്ന് വെച്ചാൽ. പൂവള്ളിയിലാവുമ്പോൾ ചെറിയ മാമയുണ്ട്. നമുക്ക് അവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. വിധി തരാൻ അനുവദിക്കാത്ത സ്നേഹം ഇനി നിനക്ക് കിട്ടാൻ പോവാ. മനസ്സ് നിറയെ. അച്ഛനെ തൽക്കാലം ബുദ്ധിമുട്ടിക്കണ്ട. പകരം ഞാൻ നിനക്കൊരു അമ്മയെ തരാം. അയ്യോ, കൂട്ടുപോയി புதுசா வந்திருந்த போலீஸா? മരണം എന്ത് ചൂടാൻ. പവിത്രനെ തേടി നീ ഇവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറച്ച് നാളായി കയ്യും കാലും ഒക്കെ ഒന്ന് വർത്തിയിട്ട്. നീ ട്രാൻസ്ഫർ ചെയ്യിച്ചതെന്ന് അറിഞ്ഞു തൊട്ട് ഞാൻ ഓങ്ങിയിരിക്കുകയായിരുന്നു ഒന്ന് പേഴ്സണലായിട്ട് കാണാൻ. ഞാൻ നിന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ചത് സ്ഥലം DYSP ആയിട്ടാണല്ലോ. നീ എന്ന് മുതല മണപ്പള്ളി പൗത്രന്റെ ഫാക്ടറിയിലെ വാച്ച്മാനായത്? മണപ്പള്ളി പൗത്രന്റെ കൂടെ വാച്ച്മാനായും ബോഡി ഗാർഡായും ഞാൻ എന്നും ഉണ്ടാകും. വേണം മോനെ ദിനേശ. അവന്റെ ചത്തുപോയ തന്തയുടെ ഒസ്യത്തെ പ്രകാരം നിനക്ക് മാസപ്പടി അവനാണല്ലോ എണ്ണി തരുന്നത്. അപ്പൊ നന്ദിയുള്ള നായായിട്ട് നീ എന്നും കാവല് വേണം. നീ തൽക്കാലം ഇത് പിടി മോനെ. പേഴ്സണലായിട്ട് നല്ലവരായ എന്റെ പോലീസ് സുഹൃത്തുക്കളെ, ഈ ചെറ്റയെ ഞാൻ അടിക്കുന്ന ഓരോ അടിയും നിങ്ങൾക്കുള്ള മെഡലുകളാണ്. മംഗളശ്ശേരി നീലകണ്ഠൻ. கொஞ்சம் ரிஸ்கா தான் எடுத்திருக்காங்கல்ல. ஃபயரு இதான் உண்மைதான் டூப் போட்டு எடுப்பாங்களா அப்பலாம். என்ன ஓடுறாரு ரொம்ப நாளா வந்து உணர்ச்சியில் இருந்தார். கை கலக்கலாம் அவரை நங்கே நிற்கிறாரு ஃபயர் வர வர. அதிலே எவ்வளோ போகுது இப்போ நம்ம நாளைக்கு எவன் வேணா பொருள் எடுத்தாருன்னா அதே பொருள் அவனுக்கு அடி இருக்கு. படையப்பா மாதிரி ஏதோ பண்ண போறாரு. துணியில் வந்துருக்காருப்பா. செயின் போயிடும். எதுக்கு இந்த வீரவாசம் எல்லாம் ஒரு பாதிக்கிட்டே இருக்காரு ஒருத்தர். அங்கே நிற்கிறாரு. ஃபர்ஸ்ட் எங்க அடி வாங்கி நின்னாரு, அங்கே நின்றுட்டு இருக்காரு. இது உங்க கோட்டா இல்லைன்ற மாதிரி விட்டுட்டு சொல்லிட்டாருப்பா. அமைதியா இருக்கு. பஞ்சாயத்து பண்ண போறாரு அந்த அப்பா கிட்ட. இவர் ரொம்ப எம்டன் மகன் ഡാഡിன்னு நினைக்கிறேன். അമ്മ ഉറങ്ങി. നന്നായി. അമ്മ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. എന്താ അവളുടെ കാര്യത്തിൽ അച്ഛന്റെ തീരുമാനം എന്താണ് എന്ന് എനിക്കറിയണം. ഏതവൾ? എന്ത് തീരുമാനം? അച്ഛാ, സത്യം എന്താണെന്ന് എനിക്കറിയാം, അച്ഛനും അറിയാം. പക്ഷെ അച്ഛന്റെ ഈഗോ അനുവദിക്കുന്നില്ല അത് തുറന്ന് സമ്മതിക്കാൻ. അവളുടെ അവസ്ഥ സങ്കടമാണ്. ഇനിയുള്ള കാലമെങ്കിലും അവൾക്കൊരു ജീവിതം ഉണ്ടാവണം. എന്ത് ചൂടൻ? സ്റ്റോപ്പ് ഇറ്റ്. എന്റെ ഈഗോ, യെസ് എന്റെ ഈഗോ, അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ആരുടെ മുമ്പിൽ അടിയറ വെക്കില്ല. എവിടുന്നോ കയറി വന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകള്. അച്ഛാ പ്ലീസ്, അവളെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ വേണ്ട. ആത്മനിന്ന് തോന്നും ഒരു നാളിൽ ഈ നുണ പറച്ചിൽ കാരണം. അതുണ്ടാവണ്ട. അവക്ക് വേണ്ട സംരക്ഷണമാണ്, ഒരു ജീവിതമാണ്. എനിക്കറിയാം അത് കൊടുക്കാൻ. இவரு கேரக்டர் தப்பு சொல்லக்கூடாது, ஆனா இவர் இன்னொரு விமனோட கேரக்டர் வந்து தப்பு சொல்றாரு. இவருக்கு செகண்டா ஒரு ரிலேஷன்ஷிப் இருந்தது, ஒரு பொண்ணு இருந்ததுங்கிறதே இவ்வளவு ஈகோவா இருக்கு. ശാരദാമ്മ കുത്തി കുത്തി ചോദിച്ചു പാർവതി ശാരദയുടെ കാര്യം. അങ്ങനൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, മേനോൻ സാർ ആ സ്ത്രീയെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഇന്ദുചൂടനോട് സത്യം അതല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരിക്കും നല്ലത്. ഞാനായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്നും കേൾക്കൂല. തനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ? ഉവ്വ്, എന്റെ ഇളയ മകളുടെ കല്യാണം അത് ഉറപ്പിച്ചു. നന്ദിനി സാറാ അവൾക്ക് പേരിട്ടത് ഓർമ്മയുണ്ടാവുമോ? ഇന്ത്യയിൽ ഒരു ദമ്പടിയില്ല. സാറ് മനസ്സറിഞ്ഞ് രാമനാരെ സഹായിക്കണം. ഇല്ലാച്ചാ അവള് പടിയിറങ്ങി പോവില്ല. ഞാൻ ശാരദയോട് പറയാം. 10,000-2,000 വാങ്ങിച്ചോളൂ. അതിന് മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം എന്ന് വിചാരിച്ച് അതും പ്രതീക്ഷിച്ചിരിക്കരുത്. വേറെ വഴിക്ക് നോക്കണം. വേറെ വഴിയൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ? അദ്ദേഹം ഇല്ലേ ഓപ്പോളെ? ഉണ്ട്, വാ. இவங்க ஒரு மாதிரி இருக்காங்க. അച്ചു അത് തീരുമാനിച്ചു എന്നാ പറയണേ. അയാളെ തടയാൻ ഒരാൾക്കേ കഴിയുള്ളൂ. സ്വന്തം ചോരയിൽ പിറന്ന കുട്ടികളാ. മകൻ മകൾക്ക് പുടവ് കൊടുക്കാന്ന് വെച്ചാ അരുതാത്ത ഒന്നും നടക്കാതിരിക്കാൻ അവനെ ഒന്ന് കാണണം. അച്ഛന്റെ മുഖത്ത് നിന്നും സത്യം അറിഞ്ഞാൽ മാത്രമേ അവൻ വിശ്വസിക്കൂ. ഇവിടെ വന്ന് ഉപദേശിക്കാൻ മാത്രമുള്ള യോഗ്യത ചന്ദ്രഭാനുവിനില്ല. എന്നാലും പറയാ, ആ സത്യം അതങ്ങോട്ട് അംഗീകരിച്ചേക്കും. ഓപ്പോളിനെ ഓർത്തിട്ടാണേ മടിക്കണ്ട. 2 കൈ നീട്ടി ഓപ്പോള് സ്വീകരിക്കുക കുട്ടി. ഞാനൊരു നാട്ടും പുറത്തുകാരൻ, ശുദ്ധന. പഠിപ്പും ബുദ്ധിയും കുറയും. എന്നാലും പറയാ, മുഖം രക്ഷിക്കാൻ ഒരു വലിയ സത്യം മറച്ചു വെക്കുക. അത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. இதுல இவர் அவரை போய் 6 வருஷம் சஃபர் ஆக விட்டுருக்காரு. வெரி பேட் டேடி. வெளியில நல்லவங்க வேஷம் போட்டு அதை மறைக்கிறதுக்கு என்னென்ன போய் சொல்ல முடியுமோ அதெல்லாம் சொல்லிக்கிறது. പുനജന്മന മഹൃതം കൃതഞ്ച യഥസം ഭർത്താവരാജ്യോതിഷം. ജന്മരാശിയിൽ വ്യാഴനും ബുധനും, 8ാം ഇടത്തിൽ ശുക്രൻ, 7ൽ ചൊവ്വ. எங்க வந்திருக்காருப்பா? എന്താ ഇന്ദുചൂടന്റെ ഭാവം? അച്ഛനെ അറിയോ ആവോ? തിരുവേഗപ്പുറ അപ്പൂട്ടൻ പണിക്കർ. നമസ്കാരം. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ പണിക്കരെ വിളിച്ചു വരുത്തി വിവാഹത്തിന് പറ്റിയൊരു മുഹൂർത്തം നോക്കുകയായിരുന്നു. വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എന്റെ തീരുമാനം. അവൾക്കും അതാ അഭിപ്രായം. അതൊന്നും നടക്കില്ല. നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അച്ഛൻ പറയൂ, എന്തുകൊണ്ട് പാടില്ല? എനിക്ക് കൺവിൻസിങ് ആവണ ഒരു റീസൺ പറഞ്ഞുതരൂ. എന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണ്ട. എന്ത് ധിക്കാരും ആവാന്നായോ? ചങ്കുറപ്പും ധൈര്യവും നിനക്ക് കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ അച്ഛന്റെ അടുത്തല്ലത് കാണിക്കേണ്ടത്. அவங்க காணவணிக்கிறேன்னு ഞാൻ അച്ഛനെ கேட்கிறாரா? ധിക്കരിക്കുകയല്ല. അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എനിക്ക്. പക്ഷെ മനസ്സിലെന്നും ദൈവങ്ങൾക്കൊപ്പമാണ് ഞാൻ അച്ഛനെ കാണുന്നത്. സത്യം തുറന്നു പറയാൻ, ഒരിക്കൽ പറഞ്ഞു പോയ നുണ തിരുത്തി പറയാൻ അച്ഛൻ തയ്യാറായാൽ എനിക്ക് സ്നേഹവും ആദരവും കൂടുകയുള്ളൂ. பண்ணக்கூடாதுன்றது. You are insulting me. അച്ഛനെ അവമാനിച്ച് തൃപ്തിയായെങ്കിൽ നിർത്തിക്കൂടെ നിനക്ക്? പണിക്കരെ മൂപ്പര് ടൈപ്പാ. അതൊന്നും കാര്യാക്കണ്ട. തന തീയതി മുഹൂർത്തം നോക്കാം. ഒന്നങ്ങ് കാരണത്ത് പൊട്ടിക്കും ഞാൻ. നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള ആളാ മാറഞ്ചേരി കരുണാകരൻ. എടാ, അദ്ദേഹത്തെ വിസ്തരിക്കാൻ മാത്രം നീ ആളായിട്ടില്ല. ഇവിടെ പണിക്കരെ കവടിയും പലകെടുത്ത് സ്ഥലം വിട്ടോളൂ. പണിക്കരെ പോയ அவரை கல்யாணம் பண்ணிக்கிறதுக்கு வந்து அவங்க டைம் பார்த்துட்டு இருக்காங்க. அவர் வேணும்னு வெறுப்பேத்துறாரு. ചെറിയ മാമയുടെ 16 അടി എതിർത്തിന്റെയോ? എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ ഞാൻ നടത്താൻ പോവാ. ഇവൻ ജയകൃഷ്ണൻ, ഇവനാ ചെക്കൻ. എന്താ നിനക്ക് വല്ല വിരോധമുണ്ടോ? അച്ചോട്ടാ, അവളുടെ സമ്മതമൊക്കെ ചോദിച്ചു. അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാ പിന്നെ ഇവന്റെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട. പണിക്കരെ നിങ്ങൾ മുഹൂർത്തം നോക്കും. പണിക്കരെ நான் கூட அவர் வெறுப்பேத்துறதால டெஸ்ட் பண்ணி பார்க்கறாரு. ഒന്ന് എളുപ്പം നോക്കി പറയടോ മോനെ ദിനേശ പണിക്കരെ. அதுக்குதான் அவர் நீங்க ஏதாச்சும் ஒரு ரீசன் சொல்லுங்கன்னு சொல்ற மாதிரி. யார் பாரு? അയ്യേ, ഇതെന്ത് ஐயே, അഴുക്ക് വെള്ളല്ലേ അത്? സ്പിരിറ്റിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതമൊന്നുമല്ല. അതിന്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടെയുള്ള വെള്ളം ചേർത്താലും കണക്കാ. ഇതൊരു ചതിയല്ലേടി മോളെ അനുധാരെ. കുറച്ചു നേരത്തേക്ക് ഒരു അബ്നോർമൽ ഫ്ലൈറ്റിൽ കയറിയ ഒരു യാത്ര, ഒരു സഞ്ചാരം, പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക്. ചുമ്മാ അങ്ങനെ 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 ഒരു ഏർപ്പാട്. നീ കാര്യം പറ മോനെ ദിനേശ. എന്തിനാ എന്നെ തിരക്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന? ഐ എം ഇൻ ട്രബിൾ, ഡീപ് ട്രബിൾ. எதனால? മനസ്സിലുള്ളത് തുറന്നു പറയാൻ വൈകിപ്പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് തുറന്നു ചോദിക്കാൻ വന്നാണ് ഞാൻ. ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു സേവ് മീ? എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഓരോ കുസൃതികളെ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു. ഇനി അത് നടക്കും തോന്നില്ല. അവരെല്ലാം സ്ട്രോങ് ആണ്, വളരെ ആഡമന്റ് ആണ്. വല്ല ചാൻസും ഉണ്ടോ മാഷേ? ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ? ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ ആ ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം. കെട്ടിക്കോളെന്ന് പറഞ്ഞാ മതി.
അതിങ്ങോട്ട് കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. ഒരു ലാവ ജോഴി. இவ்வளோ ஆர்வமா வந்து ஊத்திட்டு இருக்கு. അതാണ് മതി മതി മതി. നീ தண்ணி மிக்ஸ் பண்ண மானியம் பாடி உள்ள விட்டாதே. നോക്കണ്ട. അതൊരു ലാർജ് അല്ലേ ഉള്ളൂ. ചേട്ടന്റെ ബോഡിയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് ഇത്രയും വേണ്ടേ? നീ ഇത് എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കൊന്നുമില്ല. എന്തിനാശാനെ നിങ്ങളെയും ഗുരുവായൂരപ്പനും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറും ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. എടീ പന്ന കഴിവറുത മോളെ, എന്തോ നീ എന്ത് കണ്ടിട്ടൊരുമ്പട്ടിറങ്ങി പുറപ്പെട്ടതാടി? അന്ന് വീട്ടിൽ വെച്ച് മൂപ്പിൽ നായരുടെ മുഖത്ത് നോക്കി ഒരമരം കാച്ചില്ലേ, അന്ന് ഞാൻ വീണതാ. പിന്നെ പോയി തപ്പി ഏട്ടന്റെ കോളേജ് മാഗസിൻസ്. അതിലങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആരെയും ബിയർ ബോട്ടിൽ പൊട്ടിച്ചകത്ത് കയറ്റിട്ടകത്തായതല്ല. ആ കഥയും കേട്ടു, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും. ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും. ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ഡെഡ്ലി ടാലന്റഡ് ബ്യൂറോക്രാറ്റിന്റെ വേഷത്തിൽ. ഏയ് കുഞ്ചുണ്ണൂലി, നീ കൊള്ളാലോടി. കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിപ്പോയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. നിനക്കൊരു ചാൻസ് നോക്കാവുന്നതാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, സത്യമാണോ? வேளாங்கண்ணி மாதா. ധൈര്യം ഉണ്ടോടി നിനക്ക് ഈ അവതാരത്തിനെ ആവാഹിക്കാൻ? ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. എങ്കി വാ. சாங் போறாங்க. நினைச்சேன். Now you are in deep trouble. ட்ரபிள் கம்பி உனக்கு தெரியுமா? அப்புறமா ட்ரபிள் கம்பி கேள்வி நான் சொல்றேன். ദാ നോക്കൂനോ, ഇപ്പൊ അച്ഛന്റെ അമ്മാവന്റെ മുമ്പിൽ ചെന്ന് ഇന്ദുചൂടന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. പാലക്കാട്ടുനിന്ന് ആലോചന നിനക്ക് ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാ മതി. ഒന്ന് ചുമ്മാ ഇരിയമ്മേ. എന്താ പറഞ്ഞ കൊല്ലോ? എന്നാ നിങ്ങൾ കൊല്ലട്ടെ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മര്യാദക്ക് കെട്ടിച്ചു തന്നാ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. വിളിച്ചു വരുത്തല്ലേ. லவ் மேட்டர் சொல்லாம வெறும் வேணாம் மட்டும் சொல்றேன். ആ ആലോചന ഞാൻ കേട്ടോ ഉറപ്പിക്കാവുന്ന തീരുമാനിച്ചിരിക്കണേ. കുട്ടി കേൾക്കണുണ്ടോ? വേണ്ട. എന്താ എന്താടി പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി. കുറെ ആയി നിന്റെ ഇഷ്ടം നോക്കിയിരിക്കും ഇവിടെ എല്ലാവരും. ഇനി അത് വേണ്ട. വേണം. ഇത് എന്റെ മാരേജിന്റെ കാര്യമല്ലേ? അപ്പൊ എന്റെ അഭിപ്രായം കൂടി നോക്കണം. എനിക്കൊരാളെ ഇഷ്ടം. ഞാൻ എന്താണോ രാമകൃഷ്ണ പറഞ്ഞത്? ഏതോ അടിയോ അസത്തെ ആരടിയവൻ? வந்துருச்சு ஜீப்பு. இது நல்லா இருக்கே. ആ ഇത് തന്നെയാ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. ഇതാ നോക്ക്, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം. അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വല വീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മന ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനും ലെവലും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അമ്മ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരു വീട്ടിൽ കയറി വന്ന് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ அப்படின்னா கதம் கதம் அப்படிங்கிற மாதிரியோ. കൊല്ലും ഞാൻ ആ പന്നന്. അറപ്പ് തീർന്നവനാ ഞാൻ. ഇതുവരെ പലതും ഞാൻ സഹിച്ചു. ഇതിപ്പോ എന്റെ പെങ്ങളെ അവൻ കണ്ടുവച്ചിരിക്കുന്നത്. പണ്ടേ ഞാൻ ഓങ്ങിയതാ. അന്നൊക്കെ രാമകൃഷ്ണൻ തന്നെയാ തടുത്തു നിർത്തിയത്. ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറെ ഞൊട്ടും. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്ന് കേറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. ഇന്ദുചൂടൻ എന്ന അവന്റെ പേര് എന്ന് പറഞ്ഞാ ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ട പൗത്ര. അവന്റെ സോപ്പ് പോയിന്റ്, അവന്റെ മർമ്മം അത് കണ്ടുപിടിക്കുക. അവിടെ വേണം കുത്താൻ. അത് കത്തികൊണ്ടല്ല, അതിങ്ങനെ വെള്ളപ്പുറത്ത് വീരസ്യം പറയുന്ന സഭയിൽ നിരത്താനുള്ളതല്ല. കണ്ടോ, ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. ആരാ അത്? പവിത്ര രാമൻ നായർ മനസ്സിലായോ? ജസ്റ്റിസ് മേനോന്റെ
പഴയ ക്ലർക്കം കാര്യസ്ഥ இவரை பிடிச்சிட்டு வந்திருக்காங்க. പവിത്രൻ മൂർത്തി മുതലാളി ഒന്ന് ഇപ്പത്തില്ല. കാണാൻ എന്നെ ஆக்சுவலா ഒന്ന് பொண்ணுகளை அவர் സഹായിക്കണം. சொல்லியிருந்தாருல. കുറച്ച് രൂപ തരണം. എന്റെ മോളുടെ കല്യാണാവശ്യത്തിനാ. 10-35 കൊല്ലം അയാളുടെ നിഴൽ പോലെ കൂടെ നടന്നു. ഇപ്പൊ ഒരു അത്യാവശ്യം വന്ന് സഹായം ചോദിച്ചപ്പോ 2000 ഉലുവ എടുത്തു തന്നിരിക്കുന്നു. എന്ത് കാട്ടാനാ അതുകൊണ്ട്? മനുഷ്യത്വം ഇല്ലാത്തവൻ. പവിത്രൻ മുതലാളി എന്നെ കൈവിടരുത്. ഇല്ല, കൈവിടില്ല. ஆனா அதுக்கு பதிலா என்ன തനിക്ക് பண்ணுவீங்க? വേണ്ടത് ഞാൻ തരാം. പകരം തന്റെ ഒരു സഹായം എനിക്കും വേണം. ഒരു Right. ചെറിയ സഹായം. എന്താണോ നായരെ? എന്റെ ചങ്ക് പറിച്ച് ഞാൻ തരും. മിടുക്കൻ. ദിവാര, ഓ ഇയാൾ ഓഫീസിലേക്ക് ഇരുത്ത്. ശരി. ഞാൻ വരാം. சர்வீஸ் ഈ போச்சு. കിഴവനെ കൊണ്ട് എന്ത് പ്രയോജനം? എടാ, ഇങ്ങോട്ടുള്ള നിന്റെ സ്ഥലം മാറ്റം തക്ക സമയത്തായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഓ അങ്ങനെ அவங்க அப்பாவை அட்டாக் பண்ணாதானே இவர் அட்டாக் பண்ண முடியும் ஈஸியா. இவர் ஃபுல் மப்பு. ഇപ്പൊ തന്നെ സാറ് ശകലം കൂടുതലായി. അപ്പോളെ എന്താ ഇത്? 2 നാളായിട്ട് ഇതാ സ്ഥിതി. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇതാദ്യം ഇങ്ങനെ കാണുന്നത്. ഓപ്പോളൊന്ന് സംസാരിക്കും. ഉള്ളിലെ പ്രയാസങ്ങൾ തുറന്നു പറയാൻ പറ്റിയാൽ അദ്ദേഹത്തിനൊരു ആശ്വാസം ഉണ്ടാവും. നിനക്കെന്നെ അറിയില്ലടാ. എനിക്ക് മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം തന്നെ കഷ്ടിയാ. ഒരു തെറ്റ്, ആർക്കും പറ്റാവുന്ന ഒരു പിഴ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതെ, ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തനിച്ചിരുന്ന് നെഞ്ചുരുക്കണത്. என்னதான் நடந்துச்சு? என்ன நடந்துச்சா? அந்த ஒரு தப்புன்னு அவங்க சொன்னாங்க. ஓகே, இவங்க என்ன சொல்றாங்க? மம்மி இவருக்கு ஏதோ கெட்டது பண்ண போறாரு பின்னாடி இருக்கவர். இப்போ എവിടെ എന്ത് ചൂടൻ? ഏട്ടൻ പുറത്തു പോയിരിക്കുക. ചേച്ചി, അച്ചോട്ടല്ലേ? ഇല്ല, ഭരതന്റെ വീടിന് ആരോ തീ വെച്ചു. അച്ചോട്ടൻ വന്ന് വിവരം പറയണം. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. இவங்க இந்த பழைய வீடு தானே இது? வேணும்னே இங்க வந்து தீ வச்சுட்டு அப்படிதான் நினைக்கிறேன். ചുറ്റും തീയ. അകത്തേക്ക് കയറാൻ ഒരു വഴിയില്ല. இங்க வேணும்னே தீ வச்சுட்டு அங்கே அவர் பேர் கிடைக்க போறேன்னு நினைக்கிறேன். இதோட അയാളെന്നെയാ ചുട്ടുകൊല്ലൂന്ന് പറഞ്ഞപ്പോഴൊന്നും ആ ഭാസ്കർ എന്നാലും ഈ കണ്ണി ചോരയില്ലാത്ത പണി. ഭാസ്കരനോ? അവനാ പവിത്രൻ. അവനാ എല്ലാത്തിന്റെ പിന്നെ. വാ. എന്തോ എന്തോ ചെറിയ മാമ ഗുരുവായൂർ പോയിട്ട് എത്തിയിട്ടില്ലെന്നാ തോന്നണേ. ഈ കുട്ടി എവിടെ പോയിരിക്കുന്നു? എന്തോ ഇവിടെ കിടന്ന് ഉറങ്ങാ. ஐயோ, എന്തോ போச்சு. മോളെ, இப்படி வழியே மாத்திரானாங்க பாவங்க. எங்க அப்பா பார்க்க வந்து கொண்டுட்டு போயிட்டாருங்கிற மாதிரி. my God. இந்த கிளர்க்கு கண்டிப்பா அப்பா தான் பார்க்க வந்தான்னு சொல்லுவாருல்ல. இவனை திசை திருப்புறதுக்கு தீ வச்சு விட்டானுங்க அங்க போய் காப்பாத்துறதுக்கு. இவரு தானே கட்டி கொடுக்கறதா இருந்துச்சு. അതായത് വെച്ചോളൂ. അച്ചു, ഗുരുവായൂർ പോയി മണ്ഡപമോ ഹോട്ടലും ബുക്ക് ചെയ്തു. എത്ര ചുരുക്കത്തിൽ കഴിക്കാന്ന് വെച്ചാലും ഇത്തിരി പൊന്നും പണവും വേണ്ടേ? അത് നീ നോക്കണം. എന്റെ ഒന്നും ഇല്ല. ആദ്യമേ പറഞ്ഞതേ, ഒടുവിൽ ചെറിയ മാമയെന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്ന കൂട്ടിയാ കൂടിയിൽ എനിക്ക്. ആ ജയകൃഷ്ണൻ പറഞ്ഞ കോശവണ്ടിയിൽ ഒന്നും കാണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊരു താലിമാല ഞാൻ പണിയാൻ കൊടുത്തു. നീ എന്താ ഇങ്ങനെ? എന്തു പറ്റി? അവൾക്ക് ഇനി വേണ്ടത് താലിമാലയല്ല, പുതപ്പിക്കാനൊരു പട്ട. അച്ചു, എന്തായി പറയണേ? അകത്ത് പോയി നോക്ക്. நல்லா ஒரு திருட்ட மொழி முடிக்கிறாருப்பா அவரு. இல்ல, அவருக்கும் கவலையா போச்சு. എന്തായി പറയണേ? സത്യമാണ്. കൊന്നതാണോ അതോ വല്ല വിഷം കഴിച്ച് ചത്തതാണോ എന്നറിയില്ല. ചാവാനിപ്പോ എന്താ കാരണം? ഞാനും സാറും കൂടെ ഇന്നലെ അവിടെ ചെന്നപ്പോഴ്. ഇന്നലെ അവിടെ പോയിരുന്നോ? ഉവ്വ്, പറഞ്ഞില്ലായിരുന്നോ? விட்டு வந்துட்டாங்க.
അറസ്റ്റ് ചെയ്യും. എന്താ എന്താ ഇത്? ഹബീബ് സർ, വാട്ട് ഈസ് ദിസ്? ഹൈക്കോടതി ജസ്റ്റിസിന്റെ ചെയറിൽ ഇരുന്നിട്ടുള്ള ഒരാൾക്ക് ഞാനത് വിശദീകരിച്ചു തരണോ? യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ മേനോൻ. ഇന്ദുലേഖ എന്ന പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങളാണ്. വാതരോഗത്തിന്റെ ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ കയ്യിൽ ധരിക്കാറുള്ള ആ ഗ്ലൗസ് സംഭവ സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടി. എ ക്ലിയർ സോളിഡ് എവിഡൻസ്. ശങ്കരനാരായണ, ഇയാൾ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. സർ, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല, കൊല്ലില്ല. എന്റെ മകളാ, അവളെ ഞാൻ കൊല്ലില്ല. പറയാനുള്ളത് നമുക്ക് അങ്ങ് ഓഫീസിൽ ചെന്ന് പറയാം. ഹബീബേ, വണ്ടി കയറ്റ്. സാറ് പൊയ്ക്കോളൂ, ഞാൻ മേനോ സാറുമായിട്ട് അങ്ങ് എത്തിക്കോളാം. സാർ അങ്ങനെ ഈ സാറുമായിട്ട് ഉണ്ടാക്കണ്ട. വരണം മിസ്റ്റർ. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ രണ്ടും കൂടെ എന്റെ അമ്മാവന്റെ മോടെ കല്യാണത്തിനൊന്നും പോവില്ല. ഇപ്പോൾ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. ആണോ? ഈ വേഷത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല. ഡ്രസ്സ് മാറ്റാൻ അല്പം സമയം കൊടുക്കണം പ്ലീസ്. കോപ്പേ, സബോർഡിനേറ്റ് ആണെന്ന് ഞാൻ നോക്കുകയല്ല, മുട്ടുകാല് കയറ്റി തന്നോണ്ടല്ലോ. വരണേ. அவங்க அசிங்கப்படுத்துறது தானே அந்த கிட்டவே பாவம் அவங்க மம்மி வந்ததுலேருந்து அழுதுகிட்டே இருக்காங்க இந்த படத்துல. അമ്മേ, இதுதான் க்ளோஸர்னு நினைக்கிறாங்க. அவங்க பையன் ஒரு ஆளை கொண்டான்னு சொன்னப்ப நம்பல யாரும், அவங்க அப்பா நம்பல. ജീപ്പുറത്ത് മാറ്റണമേ സാർ. கண்ணு கலங்கி ഈ விஷயம் വീട്ടുവേഷത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ? അയാളൊരു കൊലപ്പുള്ളിയാണ്. ചെളുക്കെ അയാളാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ നാവിൽ ഞാൻ പച്ചരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെരുപ്പുടങ്ങിട്ട് കാലം കുറെ ആയിടൂ. അതേടോ ചെരപ്പ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറവേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനും ആണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീരന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോകണം അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൻ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടി ആവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടും പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞാട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും. நல்லா இருக்கு டைலாக்லாம் இல்ல ட்ரமாட்டிக்கா எழுதிருக்காங்க. இவர் டைலாக் பேசும்போது ஒரு எக்கோ போடுறாங்கப்பா. அவர் வாய்ஸே அப்படி தான் இருக்கு. ஆனா எக்ஸ்ட்ரா எக்கோ எஃபெக்ட்லாம் போடு. பவர்ஃபுல்லா இருக்கு அவரோட BGM பத்தியா? കൊലപാതക കേസിലെ പ്രതിയെ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക. മകൻ ചെയ്ത ധീരകൃത്യം. ജാമ്യം കിട്ടില്ല മേനോൻ, സബ് ജയിലിൽ റിമാൻഡിൽ കിടക്കാം. ബലിയും ഓഫീസർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതങ്ങ് പുനത്തി പറഞ്ഞാൽ മതി. ആ പെൺകുട്ടി നിങ്ങളുടെ മകളല്ലായിരുന്നോ? ആൻസർ മീ. അതെ. ഇത് നിങ്ങൾ മുമ്പ് നിഷേധിച്ചിട്ടില്ലേ? ആ പെൺകുട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? ഇല്ലേ മിസ്റ്റർ? അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? മകൻ ആ കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇയാളെ സമനില തെറ്റി. കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല, അവളെ ഒഴിവാക്കാൻ എന്നങ്ങ് തീരുമാനിച്ചു. അവർക്കെല്ലാം Come on, tell me. Do you drink? വല്ലപ്പോഴും ഒരിക്കൽ. അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ മദ്യപിച്ചിരുന്നോ? അത് അന്ന് ഞാൻ 2 ദിവസം ഒറ്റ ഇരിപ്പിനിരുന്ന് മദ്യപിക്കായിരുന്നു അല്ലേ? ഒരു ധൈര്യത്തിന് കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോ കൈ വിറയ്ക്കാതിരിക്കാൻ. ഇല്ല, ഞാൻ അവളോട് ക്ഷമ ചോദിക്കാൻ പോയതാ, അവളെ സ്വീകരിക്കാൻ. നോ, നിങ്ങൾ അവിടെ ചെല്ലുന്നു, അവളോട് ഈ നാട് വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നു. അവൾ പറ്റില്ലെന്നു. നിങ്ങൾ പണം ഓഫർ ചെയ്യുന്നു, അതിനും അവൾ വഴങ്ങിയില്ല. പിന്നെ അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ സപ്പോർട്ട് നിങ്ങൾ ആ പെണ്ണിന്റെ കഴുത്ത് ഞെരിച്ച്. തെളിവുകൾ മാത്രമല്ല, സാക്ഷിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. രാമൻ നായർ, നിങ്ങളുടെ പഴയ ഗുമസ്തൻ. നോ നോ, നല്ല 1ാം ക്ലാസ് ചട്ടമ്പി മകനുണ്ടല്ലോ, അവനല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷപ്പെടില്ല മിസ്റ്റർ. അഴി എണ്ണിക്കും ഞാൻ. സത്യം ഇനി ഇതൊന്നും അല്ലാന്നിരിക്കട്ടെ. കാര്യമില്ല ഹേ, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജാതകം മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ മകൻ ഈ സുധീരം മാറ്റി എഴുതുകയാണ്. ഡു യു ഗെറ്റ് മീ? இப்பதான் அவருக்கு ட்ராப் பண்ணி தெரியுதா? பெஸ்ட். இதே தான் நம்ம பையனுக்கும் பண்ணாங்க. நம்மள இதே குரூப் தான் பண்ணதும் கூட. ஆனா பண்ண ஒரு உயிரோட இல்லை. அதான் விஷயம்.
അമ്മ ഞാനും ചെറിയ മാമയും കൂടെ നിർബന്ധിച്ച് ഇപ്പൊ കൊണ്ട് കിടത്തിയേ ഉള്ളൂ. പാവം കരഞ്ഞ് അതിന് വയ്യ. റിമാൻഡിലായി എന്നറിഞ്ഞപ്പോ തകർന്നു കാണും. അച്ഛൻ കയ്യിലിടുന്ന ആ ഗ്ലൗസ്, അതാണ് നമുക്കെതിരായി നിൽക്കുന്ന സോളിഡ് എവിഡൻസ്. അതെങ്ങനെ അവിടെ എത്തി? എനിക്ക് സംശയം ആ രാമൻ നായരെയാണ്. പോലീസിന് കൊടുത്ത മൊഴി വെച്ച് നോക്കുമ്പോൾ അയാൾ മേനോ സാറിനെതിരാണ്. അയാൾ ഇനി കോടതിയിൽ എന്താ പറയാൻ പോകുന്നെന്ന് അറിയാൻ വയ്യ. അയാളിപ്പോ അവിടെ ഉണ്ട് ജയേഷ്ണ. മുങ്ങിയിരിക്കുക. ഞങ്ങളിൽ തപ്പാൻ സ്ഥലം ബാക്കിയില്ല. താൻ അച്ഛനോട് തനിച്ച് സംസാരിച്ചോ? അദ്ദേഹം ആകെ തകർന്നിരിക്കുക. തന്നെ ഒന്ന് കാണണമെന്ന് മാത്രം പറഞ്ഞു. കാണണം, പക്ഷെ എങ്ങനെ ഫേസ് ചെയ്യുന്നറിയില്ലടോ. ഹൈക്കോടതി ജഡ്ജായിരുന്ന ആ മനുഷ്യൻ ലോ ലെവൽ ക്രിമിനൽസിന്റെ കൂടെ സബ് ജയിലിൽ. ഓർക്കാൻ വയ്യടോ ആ അറ്റ്മോസ്ഫിയറിൽ വെച്ച് അച്ഛനെ കാണുന്നത്. അബി, എന്റെ അച്ഛൻ അത് ചെയ്ത് കണ്ടോടോ. താൻ എന്തായി പറയുന്നത്? ഇല്ല, മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ. എങ്കിലും അളവ് കഴിഞ്ഞ ആത്മാഭിമാനവും മനുഷ്യനെ കുറ്റവാളിയാക്കും. ദൈവമേ, കാണുമ്പോൾ അച്ഛൻ എന്നോട് പറയാനുള്ളത് അതാവരുത്. നിരപരാധിയാണ് അച്ഛനെങ്കിൽ ഒരു കോടതിക്കും നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല അദ്ദേഹത്തെ. ഞാനവിടെ പോയിരുന്നു. സത്യമാണ്, അവളെ കണ്ട് മാപ്പി ചോദിക്കാൻ, കൂടെ വിളിക്കാൻ. നിന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ സമ്മതിച്ചു. ആവർത്തിച്ച് പറഞ്ഞ നുണ തിരുത്തി പറയാൻ സുബോധം അനുവദിച്ചില്ല. അതുകൊണ്ട് കുടിച്ചിരുന്നു ഒരുപാട്. ആരെന്ത് പറഞ്ഞാലും നീ അച്ഛനെ വിശ്വസിക്കണം. വിശ്വസിക്കില്ലേ? അച്ഛനത് ചെയ്യില്ല. എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ടായില്ല. ആരാണത് ചെയ്തത് എന്നെനിക്കറിയണം. നീ അവിവേകമൊന്നും കാട്ടരുത്. ഇല്ല, ആദ്യ അച്ഛനെ രക്ഷിക്കുകയാണ് വേണ്ടത്. അറിയാം. നിന്റെ അമ്മ വീണു പോകാതെ അവളെ നോക്കണം. പാവ, താങ്ങാനാതെ വലിയതൊന്നും. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. എന്നാ പൊയ്ക്കോ. ഇങ്ങനെ അധികം നേരം നിൽക്കാനാവില്ല എനിക്ക്. ധൈര്യമെല്ലാം ചോർന്നു പോകും പോലെ. പൊയ്ക്കോ. Thank you for watching part 3. நம்ம அடுத்த பாட்டுல சந்திப்போம். Bye.